ഹലോ ഗൈസ്, ഇന്നുണ്ടല്ലോ നമുക്ക് ഉമ്മാൻ്റെ വീട്ടിൽ പോയി കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അവിടെ പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരിനെ വിളിച്ചപ്പോൾ കസിൻസ് എല്ലാവരും തോട്ടിലാണ് വന്നു. തോട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ ഒരു സ്ഥലമുണ്ട്, ഭയങ്കര രസമാണ് അവിടെ. അവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ കസിനെ വിളിച്ചുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇവർക്ക് അറിയില്ല അങ്ങോട്ട് വരുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഇവരെന്നെ കണ്ടത് യൂട്യൂബർ തന്നെ, എല്ലാവരും നേരെ അവിടെ നിന്നോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞാനങ്ങോട്ട് എന്താ ഫുൾ പൊലിവായി, എന്താ പറയുക, നമുക്ക് ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തല്ലേ നമ്മൾ യൂട്യൂബർ ആയില്ലേ, അങ്ങനെയൊക്കെ. അങ്ങനെ തന്നെ യൂട്യൂബറൊന്നും ആയിട്ടില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മുടെ ഓരോ മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന അത്രേ ഉള്ളൂ ഗൈസ്. അവിടെ പിന്നെ ഫുള്ള് വെള്ളമൊക്കെ ആയിരുന്നു, പിന്നെ വെള്ളം ഉണ്ടാവുമല്ലോ, ഭയങ്കര രസമായിരുന്നു അവിടെ. അവിടെ പോയാണ് നല്ല രസം ഗൈസ്. എന്താ പറയുക, നിങ്ങൾ അവിടെ പോകണം, നല്ല അറിയുള്ളൂ. ലൊക്കേഷൻ വേണ്ട ഒരു കമൻറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് എൻ്റെ കസിൻസാണ് കേട്ടോ. അവരെന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു, എന്താണ് അവ കാണിക്കുന്നത്, അതിനൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ മാമൻ്റെ മോള് ജുമാന എന്ന് പറഞ്ഞിട്ട് പേരാ. അപ്പം ഞാനും അവൾ കുറച്ച് സംസാരിച്ചു, പിന്നെ അവൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം പറഞ്ഞു. ഞാനവൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതെൻ്റെ വേറെ കസിൻ നാജിയ. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് കഴിച്ചു, നല്ല രസമായിരുന്നു. ഞാൻ പിന്നെ കുറച്ചും കൂടി മഴ നനയാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇനി വല്ല പനിയൊക്കെ വന്നാലോ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. വീട്ടിലോട്ട് പോണ വഴിയിലായിരുന്നു ഈ ചാമ്പയ്ക്കില്ല കഴിച്ചു, ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അവർ ഞങ്ങളോട് ഇത് വലിച്ച് കഴിച്ചോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വേഗം അതൊക്കെ വലിച്ചു. അവിടെ നിന്ന് തന്നെ എല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ പോയപ്പം ബിരിയാണി ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അമ്മായിട്ട് സ്പെഷ്യൽ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് യൂനോ കളിക്കാൻ വേണ്ടി അറിയില്ലായിരുന്നു, അപ്പോൾ താത്ത ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു, എന്നിട്ട് എനിക്ക് മനസ്സിലായൊന്നുമില്ല ഗൈസ്. പിന്നെ ചായ കുടിക്കാൻ ടൈമായി, പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ എനിക്ക് എന്താ പറയുക, എത്ര കളിച്ചിട്ടും തീരുന്നില്ല, എനിക്ക് കളിക്കാൻ അറിയില്ലല്ലോ, അതല്ലേ മെയിൻ കാര്യം. പിന്നെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നൈറ്റ് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ, പൊറോട്ട ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊറോട്ടയാണ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടാ. ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ.